ദൈവത്തിന്റെ അത്ഭുതമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ചിന്ത എസ്കേൽ 37 അധ്യായം അതിന്റെ 13-14 വാക്യം. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായ ഞാൻ അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. പകൽക്കാലം ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന അനുഗ്രഹീത ദൈവവചനത്തിനായി സ്തോത്രം ചെയ്തു. യെഹെസ്കേൽ എന്ന പ്രവാചകൻ പ്രവാസത്തിൽ നിന്നയുടെയും അപമാനത്തിന്റെയും ദുഷിയുടെയും ബാബേലിലെ ദൈവമാണ് വലുത് എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ ആയിരിക്കുന്ന ഒരു പ്രവാചകന് അവരോട് ദൈവിക പ്രത്യാശയും പ്രതീക്ഷകളും പങ്കുവെക്കുന്ന വാക്കുകളാണ് തൻ്റെ പ്രവചനങ്ങൾ മുഴുവൻ. ഈ പ്രവചനം തനിക്ക് ലഭിക്കാൻ കാരണം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം ജനത്തിനു വേണ്ടിയും തൻ്റെ പാപത്തിനു വേണ്ടിയും ഇടിവിൽ നിന്നു എന്നുള്ളത്. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് ഇന്നും നാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാനും ഇടയായിത്തീരുന്നത് എന്നുള്ളത് ഓർത്ത് കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രവാചകനെ 37-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം ഒരു അസ്ഥി താഴ്വരയിലേക്ക് കൊണ്ടുപോയി നിർത്തി. ആ താഴ്വരയുടെ മധ്യത്തിൽ താൻ നിന്ന് ചുറ്റുപാടും നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവാചകനോട് അതിന്റെ അർത്ഥം ബോധിപ്പിച്ചു കൊടുക്കുകയും, അർത്ഥം ഇങ്ങനെയാണ്: പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ ജനമാണ് ഈ കിടക്കുന്ന അസ്ഥികൾ, അല്ലെങ്കിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തിന്റെ മാനസിക അവസ്ഥയെ ചിത്രീകരിക്കുന്ന ഒരു പിക്ചറാണ് ഈ അസ്ഥി താഴ്വര. ദൈവം യെഹെസ്കേലിനോട് പറയുകയാണ്, ഞാൻ ഈ ജനത്തെ വിടുവിച്ച് സ്വദേശത്ത് കൊണ്ടുപോയി പാർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഇന്ന് ചിന്തനീയമായ വാക്യത്തിലേക്ക് തന്നെ ഞാൻ നിൽക്കുവാൻ ആഗ്രഹിക്കുക. 3 അനുഗ്രഹമാണ് ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ അനുഗ്രഹം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റും. എന്ന് വെച്ചാൽ അർത്ഥം, ഈ ശവക്കുഴിയിലേക്ക് നിങ്ങൾ എത്തുവാൻ കാരണം യഹോവയായ എന്നെ നിങ്ങൾ നിഷേധിച്ചു എന്ന് വെച്ചാൽ യഹോവയായിരുന്നു അവരുടെ വിടുതലിന് കാരണം, യഹോവയായിരുന്നു അവരുടെ അനുഗ്രഹത്തിന് കാരണം, യഹോവയായിരുന്നു അവരെ സംരക്ഷിച്ചത് എന്ന ബോധ്യം അവരിൽ നഷ്ടപ്പെട്ട് ജാതീയ വിഗ്രഹങ്ങൾക്കും ജാതീയമായ ആചാരങ്ങൾക്കും പുറകെ ഇവർ പോയപ്പോൾ ദൈവം, യഹോവയായ ദൈവമാണ്, ഹല്ലേലൂയ സ്തോത്രം, അവരെ വിടുവിക്കുന്നതും സംരക്ഷിക്കുന്നതും അവർക്ക് ആഹാരം കൊടുക്കുന്നതും അവർക്ക് വസ്ത്രം കൊടുക്കുന്നതും അവരുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും യഹോവയാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ ദൈവം ചെയ്ത ഒരു ക്രമീകരണമായിരുന്നു പ്രവാസം എന്നൊരു ബോധ്യം അവർക്ക് വരുത്താൻ വേണ്ടി ദൈവം ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഇങ്ങനെ പറയുകയാണ്, ഈ പ്രവാസത്തിലേക്ക് നിങ്ങളെ നയിച്ചത് എന്നെ നിങ്ങൾ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ പ്രത്യാശയില്ലാതെ, ഹല്ലേലൂയ സ്തോത്രം, അസ്ഥിയിൽ നിന്ന് ബന്ധം വിട്ട്, അല്ലെ മുടിഞ്ഞു പോയിരിക്കുന്ന, അല്ലെ നിരാശയിൽ പോയിരിക്കുന്ന, നിന്ദാപാത്രമായിരിക്കുന്ന, ഹല്ലേലൂയ ബാബേലിന്റെ ദൈവമാണ് വലുതെന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ നിങ്ങൾ പോയി കിടക്കുന്നതിന്റെ കാരണം എന്നെ നിങ്ങൾ ഉപേക്ഷിച്ചു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ
ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ ആത്മാവ് ചെയ്യുന്ന ചില പ്രവർത്തികൾ ഇവിടെ വെളിപ്പെടുത്തുക. യഹോവയുടെ ആത്മാവ് അവരെ ശവക്കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. പുറത്തു കൊണ്ടുവരും. ഇങ്ങനെ പുറത്തു കൊണ്ടുവരുമെന്ന് മാത്രമല്ല, രണ്ടാമത് പറയുകയാണ്, നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. അപ്പോൾ ശവക്കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത്, നിരാശയിൽ നിന്ന്, വേദനയിൽ നിന്ന്, ഭാരത്ത് പുറത്തെടുത്ത് നിങ്ങളെ സ്വന്തം ദേശത്ത് എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞുകൊണ്ട് വരാം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇങ്ങനെയാണ് ഇതിനെ അർത്ഥമാക്കുന്നത്. സ്തോത്രം. ദൈവം നിങ്ങൾ എവിടെയാണ് ഉയർത്തപ്പെടുന്നത്, എവിടെയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് ഉയർച്ച എന്ന് ദൈവത്തിനറിയാം. അവിടെ നിങ്ങളെ ആക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിന്റെ ഇടയ്ക്ക് ദൈവം ഒരു കാര്യം ചെയ്യും. ശവക്കുഴി തുറക്കും, കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും, സ്വദേശത്ത് പാർപ്പിക്കും. പക്ഷേ ഈ ഇടയ്ക്ക് ഒരു കാര്യം പറയും. അല്ലസ്തോ, ഇത് ചെയ്യുന്നത് ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ആ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തരും. എന്തിനാ ഉള്ളിൽ തരുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഇനിയും ഒരിക്കലും ഈ പ്രവാസത്തിലേക്ക് നിങ്ങൾ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയായ ദൈവമാണ്, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ ജീവിതത്തിൽ നന്മ തരുന്നത്, അനുഗ്രഹം തരുന്നത്, വിടുതൽ തരുന്നത്, ഉയർച്ചയ്ക്ക് കാരണമായി തീരുന്നത് എന്നൊരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും തരുന്ന ആത്മാവിനെ, ഹല്ലേലൂയ, നിങ്ങളുടെ ഉള്ളിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങളെ, ഹല്ലേലൂയ, സ്വദേശത്ത് പാർപ്പിക്കുന്നുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയാം. സ്തോത്രം. അസ്ഥിയായി കിടന്ന ജനത്തെ സൈന്യമാക്കുന്ന ആത്മാവിനെ എന്ന് വെച്ചാൽ, ഒന്നുകൂടെ ഞാൻ ചേർത്ത് പറയാം, ശവക്കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തരും. എന്തിനാ ഉള്ളിൽ തരുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും നിങ്ങൾ ശവക്കല്ലറയിൽ പോകരുത്. ഇനിയും നിങ്ങൾ നിരാശയിൽ പോകല്ലേ. ഇനിയും നിങ്ങൾ ദുഃഖത്തിൽ പോകല്ലേ. ഇനിയും നിങ്ങൾ നിന്ദാപാത്രമാകരുത്. അതിനുവേണ്ടി, സ്തോത്രം, ആ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തരും. എന്നിട്ട് സ്വദേശത്ത് പാർപ്പിക്കും. സ്വദേശത്ത് പാർക്കുന്നതിന്റെ കാരണം, അതിന്റെ അർത്ഥം, പ്രൈസ് ദി ലോർഡ്, നന്മകളുടെയും അനുഗ്രഹത്തിന്റെയും വാഗ്ദത്തത്തിന്റെയും അനുഭവത്തിൽ ദൈവം നിങ്ങളെ ആക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെയെല്ലാം ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യുമെന്ന്. എന്നാൽ യഹോവ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അടുത്തൊരു പദം, അപ്പോൾ നിങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ യഹോവയായി ഞാൻ അത് നിവർത്തിച്ചിരിക്കുന്നു എന്ന് അറിയും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പറയുമ്പോഴും ഈ ചിന്തയോട് ചേർന്നൊന്ന് പറയാൻ പറ്റുന്നൊരു വാക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കല്ലറയിൽ അടക്കിയിട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഇനി ഒരിക്കലും യേശു പുറത്തു വരരുതെന്ന് വിചാരിച്ച് കല്ലുരുട്ടി വെച്ച്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, റോമൻ ഇമ്പീരിയം മുദ്ര വെച്ച് കാവൽക്കാരെ ആക്കിയിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, പോകുകയാണ്. ഒരിക്കലും പുറത്തു വരരുത്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ്, പ്രൈസ് ദി ലോർഡ്, യേശുവിനെ ഉയർപ്പിച്ചു എന്ന്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ഉയർപ്പിച്ചു. എന്റെ അർത്ഥം ഞാൻ പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കല്ലറയിലെ ഉരുട്ടി മാറ്റിയ ദൂതന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പ്രകൃതി ശക്തികൾ, ഹല്ലേലൂയ, ചില കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവാ. ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവാ. ഇന്ന് പകൽക്കാലം, സ്തോത്രം, നീ ഒരു വിഷയം, ഹല്ലേലൂയ, നീ പ്രാർത്ഥിക്കുന്ന വിഷയം, നീ കാണുന്ന ചില കാര്യങ്ങളൊക്കെ ഇനി ഒരിക്കലും നടക്കത്തില്ല. ഇത് കല്ലറയ്ക്കകത്തായിപ്പോയി, ബന്ധങ്ങൾ വിട്ടുപോയി, നടക്കത്തില്ലെന്ന് വിചാരിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു പറയാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നടത്തിയെടുക്കുവാൻ കഴിയുന്നത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അത് പരിശുദ്ധാത്മാവിന് മാത്രം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽക്കാലം കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൽ 1-2 പദങ്ങൾ മാത്രം ഞാൻ പുലർത്തോട്ടെ. ഒന്ന്, ശവക്കുഴിയിലേക്ക് പോകുന്ന, ഒരിക്കലും നടക്കയില്ല. ഒരു മനുഷ്യന്റെ അവസാന ശവക്കുഴിയ, അതിനപ്പുറം ഇല്ല. എന്നാൽ സ്തോത്ര, ഹല്ലേലൂയ, അവനെ അടച്ചിടുന്ന, അതിനപ്പുറമില്ലെന്ന് ലോകം പറയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ളത് പരിശുദ്ധാത്മാവിനാ. അതിനെ പുറത്തെടുത്ത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്വസ്ഥാനത്ത് നിർത്തുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ്. വീണ്ടും അവിടെ ഒരു ചിന്ത കൂടെ ഞാൻ പറഞ്ഞു നിർത്തിയേക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഒന്നിക്കാത്ത ചിലതിനെ ഹല്ലേലൂയ സ്തോത്രം ആസ്തിയോട് ഒന്നിക്കുന്നു, മാംസം വെക്കുന്നു, ത്വക്ക് വെക്കുന്നു. ഇതെല്ലാം ആത്മാവിന്റെ പ്രവർത്തിയാ. നിങ്ങൾ കാണണം, അതെല്ലാം ആത്മാവിന്റെ പ്രവർത്തിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നിക്കാത്ത ചിലതുകളെ ചിതറിപ്പോയ ചിലതിനെ ഒന്നിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒന്നിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അത് മലാക്കിയുടെ പ്രവചനത്തിലും അത് കിടപ്പുണ്ട്. സ്തോത്രം. അവിടെ ഈ മലാക്കിയുടെ പ്രവചനത്തിനകത്ത് കിടക്കുന്ന ഇങ്ങനെയാണ്. സ്തോത്രം. 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, അവസാന വാക്യത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 4 അനുഗ്രഹം പറയുന്നുണ്ട് അതിനകത്തെ ഒരനുഗ്രഹം ഇങ്ങനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പന്മാരുടെ മനസ്സ് മക്കളുടെ മനസ്സുമായി നിരപ്പിക്കുമെന്ന. നിരപ്പിക്കുക, ഒന്നിപ്പിക്കുന്ന ആത്മാവ്, നിരപ്പിക്കുന്ന ആത്മാവ്. ഓ ജീസസ്. ഹല്ലേലൂയ. പത്രോസും യാക്കോബും യോഹന്നാനും തുടങ്ങിയ ശിഷ്യന്മാർക്ക് തമ്മിൽ സ്തോത്രം വലിയവൻ ആരെന്നൊരു ചിന്തയുണ്ടായിരുന്നു. എന്നാൽ ആത്മാവ് വന്നപ്പോൾ അവർ ഒന്നിച്ചെഴുന്നേറ്റ് നിന്നു. പത്രോസ് പ്രസംഗിച്ചു. ഹല്ലേലൂയ സ്തോത്രം. 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും ഒന്നിച്ചു മുടന്തനെ ഒറ്റു നോക്കുന്നു. ഇവിടെ എല്ലാം നിങ്ങൾ കാണുന്നത്. ആത്മാവ് വരുമ്പോൾ ഒന്നിക്കാത്തത് ഒന്നിക്കും, ഒന്നിക്കാത്തത് ഒന്നിക്കും. 2, ഹല്ലേലൂയ സ്തോത്രം, അടഞ്ഞു പോയെന്ന് വിചാരിച്ച ചിലതിനെ പുറത്തു കൊണ്ടുവന്ന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിർത്തി നിങ്ങളുടെ മുമ്പിൽ യഹോവ ദൈവമെന്ന് തെളിയിക്കും, യഹോവ ദൈവമെന്ന് തെളിയിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് സ്തോത്രം, ആ തെളിയിക്കുന്ന ആത്മാവുണ്ടല്ലോ. ഇനിയും നിങ്ങൾ തിരിച്ച് അതിലേക്ക് ശാപത്തിലേക്ക് പോകാതെ, ഇനിയും തിരിച്ച് ഹല്ലേലൂയ സ്തോത്രം അനർത്ഥത്തിലേക്ക് പോകാതെ, ഇനിയും തിരിച്ച് ശവക്കുഴിയിലേക്ക് പോകാതെ, ഇനിയും ബന്ധങ്ങൾ തകർന്നു പോകാതിരിക്കുവാൻ ആ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. പ്രൈസ് ദി ലോർഡ്. ഇത്ര മനോഹരമാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ചില പ്രവർത്തികൾ. യെഹെസ്കേലിലൂടെ കൊച്ചൊരു ചിന്തയിലൂടെ നമ്മൾ കേട്ടു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവം, നിത്യനായ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ജനത്തിന് ആലോചന കൈമാറുന്നു. അങ്ങയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തിയാണ് ശവക്കല്ലറയിൽ പോകുന്ന വിഷയത്തെയും ഹല്ലേലൂയ പുറത്തു കൊണ്ടുവന്ന് സൈന്യമാക്കി നിർത്തി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അനുഗ്രഹിക്കുവാൻ പ്രൈസ് ദി ലോർഡ് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അങ്ങയ്ക്ക് മാത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യമാ കർത്താവേ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഞങ്ങൾ എത്തേണ്ട ഒരു സ്ഥലമുണ്ട്, സ്വദേശം. അതിന്റെ അർത്ഥം വാഗ്ദത്തം പറഞ്ഞ ദേശം. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ഉയർത്തപ്പെടേണ്ട ദേശം, ഉയർത്തപ്പെടേണ്ട സ്ഥലം, ഉയർത്തപ്പെടേണ്ട മേഖല കർത്താവേ, അവിടെ ഞങ്ങളെ നിർത്തി അനുഗ്രഹിക്കുവാൻ അത് അങ്ങയ്ക്ക് കഴിയൂ. ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നപ്പ. മാത്രമല്ലപ്പ, വീണ്ടും തിരിച്ച് ബാബേലിന്റെ അടിമത്തത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഹല്ലേലൂയ അങ്ങയെ എപ്പോഴൊക്കെ ഞങ്ങൾ തിരസ്കരിച്ചു, ഞങ്ങൾ എപ്പോഴൊക്കെ അങ്ങയിൽ നിന്ന് അകന്നു പോയോ, അപ്പോഴൊക്കെ ഞങ്ങൾ മുടിഞ്ഞു, ശവക്കുഴിയോളം ഞങ്ങൾ എത്തി. ബന്ധങ്ങൾ വിട്ടുപോയി. അതിന്റെ എല്ലാ കാരണം അങ്ങേ ഉപേക്ഷിച്ചതാ. ഇനിയും അങ്ങനെ ഉണ്ടാകാതിരിക്കേണ്ടതിന് കർത്താവേ, എപ്പോഴും ഞങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതിന് അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ ആക്കുമെന്ന് പറഞ്ഞ ആ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിലാക്കി പ്രതീക്ഷയും പ്രത്യാശയും വർദ്ധിപ്പിച്ച് ഞങ്ങളെ നിലനിർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവേ ഹല്ലേലൂയ ചിലരുടെ ശവക്കുഴികളെ തുറക്കണമേ, ചിലരുടെ ബന്ധം പോയ ബന്ധങ്ങളെ ഉറപ്പിക്കണമേ. ഹല്ലേലൂയ. ചിലരെ കർത്താവേ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ ഒന്നിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. വലിയ ദൈവ പ്രവർത്തിക്ക് വേണ്ടി ഒരു സൈന്യത്തെ പോലെ നിർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ യഹോവ ദൈവം ഒന്ന് തെളിയിക്കുവാൻ ചില കുടുംബങ്ങളെ, ചില തലമുറകളെ, ചില വ്യക്തികളെ, ദൈവ സഭയെ ഒക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം, അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലവും ഞങ്ങൾക്ക് ആഴ്ച സുബേശ്വര ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു. അനുഗ്രഹീതമായൊരു ദിനം ദൈവം നമുക്ക് ഏവർക്കും തരട്ടെ.